പിണറായി ചോദ്യം ചെയ്യപ്പെടുന്നു. പി എസ് സുനിൽ, ഒരു നരേറ്റീവ് ഉണ്ട്. അതായത് പിണറായി ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ കഴിയാത്തൊരു നേതാവാണ് എന്ന മട്ടിലുള്ള ഒരു ആഖ്യാനം ഒരു ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ പിണറായി ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വാർത്തകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പുറത്തു വരുന്നുണ്ട്. ഓരോ ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിയുമ്പോഴും നമ്മൾ കൊടുക്കുന്ന വാർത്ത പിണറായി വിജയനെതിരെ, MV ഗോവിന്ദൻ മാഷിനെതിരെയുള്ള ശക്തമായിട്ടുള്ള വിമർശനം താഴെത്തട്ടിലുണ്ടാവുന്നു എന്നുള്ളതാണ്. പിണറായി ചോദ്യം ചെയ്യപ്പെടുകയാണോ? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CPM ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം നേതൃമാറ്റം വേണം, നേതൃത്വം മാറണം, സെക്രട്ടറി മാറി നിൽക്കണം, പാർട്ടി പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ച് ആ പ്രതിപക്ഷ നേതാവ് മാറണം, അല്ലെങ്കിൽ ആ തീരുമാനം തെറ്റാണ് എന്ന തരത്തിൽ പാർട്ടിക്കുള്ളിൽ ചർച്ച ഉയർന്നു വരുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ്. ഈ രീതിയിൽ ഒരു കാലത്തും പാർട്ടി ഇതിനു മുൻപ് ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. അന്നൊന്നും തന്നെ പാർട്ടി നേതാക്കൾക്കെതിരെ ആരാണോ നയിക്കുന്നത് അവർ മാറണം എന്ന തരത്തിലുള്ള ഒരു ചർച്ച പാർട്ടിയിൽ നടന്നിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ആ നിലയിൽ ഒരു ചർച്ച നടക്കുന്നത്. അപ്പോൾ അതുപോലെ പാർട്ടിക്കുള്ളിൽ ഒരു വലിയ വിമർശനം അല്ലെങ്കിൽ എതിർപ്പ് സമീപനത്തോട് ഒക്കെ ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ തുറന്നു പറയുകയാണ് പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റികളിലെ നേതാക്കളായിക്കോട്ടെ, അണികളായിക്കോട്ടെ, തുറന്നു പറയുകയാണ് പാർട്ടിക്ക് പിഴവ് പറ്റി, ഇന്ന രീതിയിലാണ് പിഴവ് പറ്റിയത് എന്ന് തുറന്നു പറയുകയാണ്. പിണറായി വിജയൻ മോശക്കാരനായ ഒരു നേതാവാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നമുക്കറിയാം. അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം പോലീസ് പീഡനങ്ങൾക്ക് വിധേയനായിട്ടുള്ളത് നമുക്കറിയാം. ആ ചരിത്രമൊക്കെ തന്നെ അറിയാം. പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ്റെ പ്രവർത്തനം നമുക്കറിയാം. 2016 പിണറായി വിജയൻ്റെ നേതൃത്വത്തിലല്ലേ സർക്കാർ അധികാരത്തിൽ വന്നത്. 2021 പിണറായി വിജയൻ സർക്കാർ നയിച്ച മുന്നണി വീണ്ടും കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ കേരളത്തിലെ കണ്ണിലുണ്ണി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും മികച്ച നേതാവായിരുന്നു, ഏറ്റവും നല്ല ക്യാപ്റ്റനായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ തന്നെ വിലയിരുത്തിയതാണ്. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിലേക്ക് കടക്കുമ്പോഴാണ് പിണറായി വിജയൻ ജനങ്ങളിൽ നിന്ന് അകന്നു എന്നുള്ള പ്രതീതി വന്നത്. പിണറായി വിജയൻ്റെ പല നിലപാടുകൾ വിമർശിക്കപ്പെട്ടത്, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനമുണ്ടായത്, ചില ആളുകൾക്ക് അമർഷമുണ്ടായത്, ശൈലിയിൽ ചില പ്രശ്നങ്ങളുണ്ടായത്, മാത്രമല്ല ഏകാധിപത്യ സമീപനമുണ്ടോ എന്ന വിമർശനം പിണറായിക്കെതിരെ ഉയർന്നു വന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട്, പിണറായി വിജയനെതിരെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ എതിരാക്കിയത് തീർച്ചയായും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ നടത്തിയ പ്രസ്താവനയെ തള്ളിപ്പറയാത്തതൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള ചില വിഷയങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന കേരള ജനത അതല്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിലേക്ക് വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അങ്ങനെയാണ് ഏറ്റവും വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് പിണറായി വിജയൻ്റെ മാത്രം പരാജയമാണ് എന്ന് ഞാൻ വിലയിരുത്തുന്നില്ല. ഇതൊരു കൂട്ടുത്തരവാദിത്തപരമായി തന്നെയായിരിക്കും CPM ഇക്കാര്യം വിലയിരുത്തുക, ഏറ്റെടുക്കുക. പിണറായി വിജയനെ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് പോയത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഇതൊരു വലിയ പരാജയമാണ്. ചരിത്രത്തിൽ തന്നെ CPM നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നാണ്. ഏതായാലും ഇപ്പോൾ അത് പാർട്ടി CPIM അതെല്ലാ തലത്തിലും വളരെ വിശദമായി പരിശോധിക്കുന്നു. വരുന്ന 22, 23, 24 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി യോഗം കൂടി ചേരാൻ പോവുകയാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ പരാജയത്തിൽ ഒരു തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുക എന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. തെറ്റ് തിരുത്തണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തെറ്റ് തിരുത്തിയില്ല എങ്കിൽ CPIM വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. കാരണം നമുക്കറിയാലോ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയാണ്. 3 സീറ്റും കൊണ്ട് ലോക്സഭയിലെത്തിയ BJP പിന്നീട് വലിയ മുന്നേറ്റം ദേശീയ തലത്തിൽ ഉണ്ടാക്കുകയും ഇപ്പോൾ BJPയെ മാറ്റാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദേശീയ തലത്തിൽ. ഇപ്പോൾ കേരളത്തിൽ 3 സീറ്റിൽ BJP നിയമസഭയിലേക്ക് എത്തുകയാണ്. ആ BJP കേരളത്തിൽ എങ്ങനെ വളരും എന്ന കാര്യത്തിൽ നമ്മളൊക്കെ തന്നെ ആകാംക്ഷയോടെ നോക്കുകയാണ്. ഏത് പാർട്ടിയുടെ വോട്ടാണ് ഈ BJP ഇനി വരും ദിവസങ്ങളിൽ പിടിക്കാൻ പോകുന്നത്? 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അവിടേക്ക് പോകുന്നതിന് മുൻപ് പാർട്ടി തെറ്റുതിരുത്തുമോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇന്നിപ്പോൾ PK ശ്രീമതി ഉൾപ്പെടെയുള്ള നേതാക്കൾ അത് പരസ്യമായി ആവശ്യപ്പെടുകയാണ്. നേതൃത്വം തെറ്റുതിരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് PK ശ്രീമതിയെ പോലുള്ള നേതാക്കൾ പറയുന്നു. പല നേതാക്കളും ഇത് കമ്മിറ്റികളിൽ ശക്തമായ വാദമായി ഉയർത്തുന്നു, സംസ്ഥാന കമ്മിറ്റിയിൽ ശക്തമായ വാദമായി
ശക്തമായി ഉയർത്തുന്നു. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തന്നെ പല നേതാക്കളും പാർട്ടി തെറ്റുതിരുത്തണം എന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ തെറ്റുതിരുത്തൽ ഇവിടെ അനിവാര്യമാണ്. ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ പിഴവുണ്ടെങ്കിൽ അത് CPIM ഗൗരവമായി പരിശോധിച്ച് കണ്ട് തിരുത്തിയേ മതിയാകൂ. അത് തിരുത്തിയില്ല എങ്കിൽ CPIMന് ശക്തമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം കാലം മാറി എന്നുള്ളതാണ്. CPIM എന്ന് പറയുന്ന പാർട്ടിയെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അടിസ്ഥാന വർഗത്തിന് വേണ്ടി പോരാട്ടം നടത്തി മുന്നോട്ട് വന്നിട്ടുള്ള പാർട്ടിയാണ് CPM എന്ന് പറയുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ രാജ്യം മുഴുവൻ വിലയിരുത്തുന്നത്. ഒരു പോരാട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ പോരാട്ടത്തിലൂടെ വളർന്നു വന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടുകളുണ്ട്, ശൈലിയുണ്ട്, സമീപനങ്ങളുണ്ട്. അതിൽ മാറ്റം വന്നാൽ ജനങ്ങൾ അവരെ പുറത്താക്കും എന്ന വ്യക്തമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയിരിക്കുകയാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് വിധിയിൽ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ പ്രതികരിച്ചില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയായി ഞാൻ കാണുകയാണ്. കാരണം നേരത്തെ നമ്മളൊരു ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ MK സ്റ്റാലിൻ തമിഴ്നാട്ടിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ MK സ്റ്റാലിൻ അതിനുശേഷം ഒരു വീഡിയോ പങ്കുവച്ചു. ആ വീഡിയോയിൽ MK സ്റ്റാലിൻ പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയം എന്നത് മറ്റാരുടെയെങ്കിലും കുഴപ്പമായി ഞാൻ പറയുന്നില്ല, ഇതെൻ്റെ പരാജയമാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് എൻ്റെ പാർട്ടിക്കും എനിക്കും പറ്റിയ പിഴവുകൾ തിരുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കുന്ന ഒരു വലിയ നീക്കം MK സ്റ്റാലിൻ നടത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, ആ MK സ്റ്റാലിൻ്റെ ആ ഒരു നിലപാട്, സമീപനം തീർച്ചയായും അത് പിണറായി വിജയന് മാത്രമല്ല, മമതാ ബാനർജി ആയാലും ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ നേതാവായാലും ആ രാഷ്ട്രീയ നേതാവിന് അതൊരു മാതൃകയാണ് എന്ന് ഞാൻ പറയും. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാർ മോശം സർക്കാരാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. വികസന രംഗത്ത് ശക്തമായി മുന്നോട്ട് പോയിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. സമസ്ത മേഖലകളിൽ വികസനം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലും നല്ല രീതിയിൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എവിടെയാണ്? സമീപനത്തിലാണ് പ്രശ്നം. സർക്കാരിൻ്റെ സമീപനത്തിൽ, ജനങ്ങളോടുള്ള സമീപനത്തിൽ, ആ ഒരു സമീപനം അതൊരു പ്രതീതിയായി മാറി എന്നുള്ളതാണ്. ആ പ്രതീതിയായി മാറിയപ്പോൾ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ ഇവർ മാറണം എന്ന് ജനം തീരുമാനിച്ചു. അപ്പോൾ അത് മാറണമെന്ന് തീരുമാനിച്ചപ്പോൾ അവിടെ ഒരു ഉണ്ടായിട്ടുള്ള പിഴവുകൾ എന്താണ്? ആ പ്രതീതി, ഒരു സമീപനത്തിൻ്റെ പ്രശ്നം, പെരുമാറ്റത്തിൻ്റെ പ്രശ്നം, അതൊക്കെ ജനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുതിരുത്തി മുന്നോട്ട് പോവുക എന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പ്രതികരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഒരു പരാജയമുണ്ടാകുമ്പോൾ മൗനമായി മാറി നിൽക്കുന്നത് ശരിയല്ല. ജനങ്ങൾക്ക് മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പ്രതികരിച്ച് ഈ ഒരു പരാജയം സമ്മതിക്കുകയും മുന്നോട്ടുള്ള യാത്ര ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും, ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ജനങ്ങളോട് സംവദിക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഒരു വലിയ പിഴവ് CPMനും ഇടതുപക്ഷ മുന്നണിക്കും കേരളത്തിൽ പറ്റിയെന്ന് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അത് തിരുത്തുക തന്നെ വേണം. തിരുത്തിയില്ല എങ്കിൽ തീർച്ചയായും വലിയ അപകടമാണ് CPMനെ സംബന്ധിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും കേരളത്തിൽ കാത്തിരിക്കുന്നത്. Meet the editors.